ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ? അപ്പം ഞാനേ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഇത്താനൊക്കെയായിട്ട് ഞങ്ങൾ വൈമാളി പോയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് ഇപ്പം അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. അതാണ് കാണിക്കണത്. അപ്പം ഞങ്ങൾ വേറെ വൈമാളിക്ക് മാത്രമല്ല വേറൊരു സ്ഥലത്തേക്കും ഞങ്ങൾ പോയിരുന്നു. അപ്പം ഞങ്ങളെ ബസ്സൊക്കെ വന്നപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തേട്ടി ബീറ് ഇപ്പം അങ്ങനത്തെ ഒക്കെ ഇറങ്ങിയിട്ടില്ലേ, അതൊക്കെ കഴിക്കാൻ ഞങ്ങൾ പോയിരുന്നു. എനിക്ക് ചിന്നത്താണ് അതെനിക്ക് മേടിച്ചു തന്നത്. കുറേ നാളായി ഞാനത് കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും പോയി നോക്കുക കഴിക്കാൻ. നമ്മുടെ തൃപ്പയാറ ആൽമരത്തിൻ്റെ അവിടെ കേട്ടോ. ഇത് നമുക്ക് വരുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നും, അത്രയും ക്യൂട്ടല്ലേ. അപ്പം നമുക്ക് തോന്നില്ലല്ലോ അയ്യോ കഴിക്കാൻ. പക്ഷെ അടിപൊളി സാധനം കേട്ടോ. പിന്നെ പല വെറൈറ്റി കേക്കുകളും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായി സംഭവം പൊളിച്ച്. അപ്പം ചിന്നുത്താക്കൻ്റെ വക ഒരു വലിയൊരു താങ്ക്സ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ അനിയൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് ഞാൻ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഭാഗത്താണ് ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈമാളിയിൽ പോയി. വൈമാളി ഒരു സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ പോയതാണ്. അപ്പം ഇന്നലെ മുതൽ അവിടെ നല്ല ഓഫർ ഉണ്ടല്ലേ. നിങ്ങളെല്ലാവരും പോയാ വൈമാളിക്ക്? ഞങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല തിരക്കല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനൊന്നും ഞങ്ങൾ പോയിട്ടില്ല മേടിക്കാനൊന്നും. അങ്ങനെ അപ്പം എല്ലാവരും വൈമാളിയിലൊക്കെ ഒന്ന് ഓഫർ ഉണ്ടെങ്കിൽ പോവാ. അങ്ങനെ പിന്നെ എന്താ, നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ? അപ്പം ഞാൻ വെറുതെ അവിടെയൊക്കെ പോയപ്പോൾ മീനൊക്കെ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കക്കിറച്ചി ചെമ്മീനൊക്കെ ഇഷ്ടമുണ്ട്. നിങ്ങൾക്കൊക്കെ ഏത് മീനാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യട്ടാ. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും പുതിയ വീഡിയോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെന്തായാലും നമ്മൾ വയനാട്ടിലൊക്കെ നടക്കണത് അവരൊക്കെ അവസ്ഥേ പാവം തോന്നും. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കൊക്കെ എന്തൊരു സുഖമാണ്, നമുക്കിവിടെയൊക്കെ സ്വർഗ്ഗമാണ് പറയുമ്പോഴല്ലേ. അങ്ങനെ അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ ഈ ഫ്ലവറൊക്കെ. ഇപ്പം ഇനി ഫ്ലവറൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വെക്കലൊന്നും ഇല്ലല്ലോ, പൊടി പിടിക്കണ കാരണം. അങ്ങനെ ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും വെക്കാം. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ പാത്രത്തിൻ്റെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം എൻ്റെ പോലെ പാത്രങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടാ. അപ്പം ഞാനതൊക്കെ കാണിച്ചു തന്നിട്ടാ. അപ്പം ആ വീഡിയോസ് ഇവിടെ അവസാനിച്ചിട്ടാ. അപ്പം ഞാനിന്ന് നിങ്ങൾക്കൊരു ചക്ക പൊരിച്ചത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഇന്നലെ എനിക്ക് ആ വീഡിയോയിൽ കുറേ മിസ്റ്റേക്ക് പറ്റിയിരുന്നു, ക്ഷമിക്കണം എല്ലാവരും. സൗണ്ട് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു, അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പം ഇന്ന് ചക്ക പൊരിച്ചത്. ആദ്യം മുട്ട എടുത്തിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കൂല, അതുപോലെ തന്നെ ആ സെയിം തന്നെ. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മഴക്കാലത്തൊക്കെ നല്ല ഇതല്ലേ, ചൂട് ചക്ക പൊരിച്ചതും കട്ടൻ ചായ കുടിക്കാൻ. അപ്പം ആവശ്യത്തിന് ഷുഗറും ഇടാം. അപ്പം എന്താ പിന്നെ എന്തുട്ടാണ്, അത് നന്നായി കലക്കുക. മറ്റേ സംഭവം ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മൈദ, ആവശ്യത്തിന് മൈദ. അങ്ങനെ പിന്നെ ചട്ടിയിൽ ചൂടാക്കുക. വെളിച്ചെണ്ണയിലല്ല പൊരിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവുക. വെളിച്ചെണ്ണയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത് എങ്ങനെ ഇട്ടാ നമ്മളെന്ത് ലൂസും അല്ല ടൈറ്റും അല്ലാത്തൊരു വിധത്തിൽ മാവ് ഇതാക്കണം കേട്ടോ, എന്നാലും നമുക്ക് മുക്കി പൊരിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇപ്പം എന്തുകൊണ്ടാണ് വയനാട്ടിലത്തെ ഭയങ്കര എന്തായാലും അവിടെ കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ മഴ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പേടിയാണ് മഴയൊക്കെ വരുമ്പോൾ അല്ലേ.
അത് കാരണം ചൂടിനൊന്നും ഒരു കുറവുമില്ല. ചൂടൊക്കെ ഉണ്ട് ഇപ്പോഴും. മഴ നിന്നാലും ചൂടൊക്കെ തന്നെയാണ്. അത് എണ്ണയിൽ കോരി എടുത്ത് ഇങ്ങനത്തെ ടിഷ്യൂ നല്ല ടിഷ്യൂ ഉണ്ടാകും. നമുക്ക് ഗ്യാസൊക്കെ തുടക്കാനും ഒക്കെ പ്ലേറ്റൊക്കെ തുടക്കാൻ നല്ല ടിഷ്യൂ ഉണ്ടാകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.